ഹലോ, എ വെരി വാം വെൽക്കം. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 അഡ്മിഷൻസ് കുട്ടികളുടെ BCA, BSc ഇലക്ട്രോണിക്സ് എന്നിവയുടെ ഫസ്റ്റ് സെം ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഴ്സ് കോഡ് HIN 1A0703, കോഴ്സ് ടൈറ്റിൽ പ്രോസ് ആൻഡ് വൺ ആക്ട് പ്ലേസ്. നിങ്ങൾക്ക് ഈ പേപ്പറിൽ 2 ടെക്സ്റ്റാണുള്ളത്. പ്രോസിന് ഗദ്യ തരംഗും വൺ ആക്ട് പ്ലേക്ക് कालजयी एकांकी. प्रोस टेक्स्ट गद्य तरंगिल यू हैव 4 चैप्टर्स इन ऑल. भीष्म को क्षमा नहीं किया गया, सुभान खां, यात्रा का रोमांस एंड त्रिशंकु बेचारा. And in second text कालजयी एकांकी again you have 4 one act plays. बहू की विदा, शादी की बात, रिहर्सल and जान से प्यारे. ഈ 2 ടെക്സ്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും ചാനലിൽ അപ്ലോഡഡ് ആണ്. യു ക്യാൻ സെർച്ച് ദ കൺസേൺ പ്ലേലിസ്റ്റ്. നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര് ഗദ്യ തരംഗ് ആൻഡ് കാലജയ് ഏകാംകി, ഫസ്റ്റ് സെം BCA BSc കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ക്ലാസ്സസ് കാണാത്തവർ ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ദെൻ യു മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ദാറ്റ് വിൽ ബി മോർ മീനിങ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ. സോ വി വിൽ മൂവ് സ്ട്രേറ്റ് അവേ ടു ദ 2020 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. Time duration 2.5 hours ആണ്. Maximum 80 marks. Okay. Section A, you have got 15 questions in all, and as per the instructions given, answer at least 10 questions. 15 questionsil 10 എണ്ണമെങ്കിലും ആൻസർ ചെയ്യണം. Okay. Each question carries 3 marks. That means if you write 10 questions correctly, you score 30 marks. ഇൻസ്ട്രക്ഷനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റൻഡഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾ 15 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ബട്ട് മാക്സിമം 30 മാർക്സ് ആയിരിക്കും കിട്ടുക. സ്കോറിംഗ് 30-ക്കുള്ളിലായിരിക്കും. ദാറ്റ് മീൻസ് സീലിംഗ് ഉണ്ട്. ഇൻ ഷോർട്ട് 10 ക്വസ്റ്റ്യൻസ് മതി സെക്ഷൻ എയിൽ നിങ്ങൾക്ക് 30 മാർക്സ് സ്കോർ ചെയ്യാൻ. ബട്ട് ഇൻ കേസ് ചില ക്വസ്റ്റ്യൻസിനെ പറ്റി നിങ്ങൾ ആൻസേഴ്സ് ഷുവർ അല്ല എങ്കിൽ യു ക്യാൻ അറ്റൻഡ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ റിസ്ക് എടുക്കണ്ട. സോ വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദേവദത്ത് कैसे ഭീഷ്മ ബന. ഹസാരി പ്രസാദ് ദ്വിവേദി ജിയുടെ ഭീഷ്മ കോ ക്ഷമാ നഹി കിയാ ഗയ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം ആ ഹോൾ എസ്സേ ഭീഷ്മ ആചാര്യനെ പറ്റിയാണ്. ഭീഷ്മൻ്റെ പേര് വാസ്തവത്തിൽ ദേവദത്ത് എന്നായിരുന്നു. അതിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണ്? ദേവദത്തിൻ്റെ അച്ഛൻ ശന്തനുയ്ക്ക് വേണ്ടി ദേവദത്ത് ബാല്യകാലത്ത് ആജീവനാന്തം വിവാഹം കഴിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അങ്ങനെ തൻ്റെ സന്തതി പരമ്പര കുരുവംശത്തിൻ്റെ സിംഹാസനം അവകാശപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ചത്രേ ദേവദത്ത്. അത്ര ഭീഷൺ പ്രതിജ്ഞ എടുത്തതുകൊണ്ടാണ് ദേവദത്ത് പിൽക്കാലത്ത് ഭീഷ്മ എന്നറിയപ്പെട്ടത്. സോ വാട്ട് യു ഹാവ് ടു റൈറ്റ്? ഭീഷ്മ ने बचपन में अपने पिता की गलत आकांक्षाओं के तृप्ति के लिए भीषण प्रतिज्ञा की थी कि वह आजीवन विवाह नहीं करेंगे, अर्थात इस संभावना को ही नष्ट कर देंगे कि उनके पुत्र होगा और वे कुरुवंश के सिंहासन का दावा करेगी. कहते हैं इस भीषण प्रतिज्ञा के कारण ही वे देवदत्त से भीष्म बने. इതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിശ്വാമിത്ര त्रिशंकु से क्यों खुश है? So this one is from the chapter त्रिशंकु बेचारा. Author ഹരിശങ്കർ പസായി. എന്താണ് കഥ? വിശ്വാമിത്രൻ്റെ മകൻ പഠിക്കാൻ പുറകോട്ടായിരുന്നു. പക്ഷേ ത്രിശങ്കു മാസ്റ്ററിൻ്റെ വഴിവിട്ട സഹായം കൊണ്ട് പയ്യൻ പരീക്ഷയ്ക്ക് ജയിച്ചു. ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് മുമ്പ് ലീക്ക് ചെയ്തു കൊടുത്തു. അതും പോരാഞ്ഞ് വഴിവിട്ട് മാർക്കിട്ട് കൊടുത്തു. ഇതെല്ലാം അറിഞ്ഞ് വിശ്വാമിത്രൻ ത്രിശങ്കുവിൽ സംപ്രീതനായി. सो यू हैव टू राइट विश्वामित्र का लड़का त्रिशंकु की कक्षा में पढ़ता था. वह पढ़ाई में बहुत कमज़ोर था, पर त्रिशंकु ने उसे कुछ ऐसे प्रश्न बताए और बाद में कुछ इस तरह उसके नंबर भरवाए कि वह पास हो गया. इसलिए विश्वामित्र त्रिशंकु से खुश हुए. लेखक के अनुसार
സച്ചാ യായാവർ കോൺ ഹെ. തേർഡ് ക്വസ്റ്റ്യൻ, മോഹൻ രാകേഷിൻ്റെ യാത്രാ കാ റൊമാൻസ് എന്ന യാത്രാ വൃത്താന്തിൽ നിന്നാണ് ചോദ്യം. ആ ഹോൾ ചാപ്റ്റർ ഇൻഫാക്റ്റ് ട്രാവലിനെ പറ്റിയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജിസ്കി മൻസിൽ പെഹലെ സെ തയ ഹോ വഹ യായാവർ നഹീ ഹൈ. जिसे पथ पर मैत्री हो, विश्वास हो, वही सच्चा यायावर है. जो पथ के साथ अपना सुख दुख बांटेगा, जो पथ में आने वाली मुसीबतों से घबराएगा नहीं, वही सच्चा यायावर है. അപ്പം നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർ യായാവർ അല്ല പോലും. യാത്രകളിൽ നേരിടുന്ന തടസ്സങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവൻ യായാവറല്ല. ഫ്രീ മൈൻഡോടുകൂടി, ഭയം കൂടാതെ, മുൻകൂട്ടി റൂട്ട് മാപ്പ് വരയ്ക്കാതെ യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥ यायावर. लेखक की दृष्टि में भीष्म को क्षमा नहीं किए जाने का क्या कारण है? ചോദ്യം എന്താണ്? എന്തുകൊണ്ട് ഇത്രയും വലിയ ജ്ഞാനിയായ ആചാര്യനെ ഭാരതീയർ ക്ഷമിച്ചില്ല? ചോദ്യം ഗുരുദേവ് അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറാണ് ഓദറിനോട് ചോദിച്ചിരിക്കുന്നത്. ഹസാരി പ്രസാദ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കണ്ടതെന്താണ്? ഭീഷ്മ പിതാമ വലിയ അറിവുള്ള വ്യക്തി, ജ്ഞാനി ആയിരുന്നു, സത്യം തന്നെ. പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഭീഷ്മ പിതാവിനെ ജനങ്ങൾ ക്ഷമിക്കാതിരുന്നത്. ഭീഷ്മമേ കർത്തവ്യ अकर्तव्य के निर्णय में कहीं कोई कमज़ोरी थी. वह उचित अवसर पर उचित निर्णय नहीं ले पाते थे. यद्यपि वह जानते बहुत थे, तथापि कुछ निर्णय नहीं ले पाते थे. അറിവ് ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റ് സമയത്തൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സോ മൂവിങ് ഓൺ ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, त्रिशंकु बेचारा का लेखक कौन है? त्रिशंकु की सबसे बड़ी अभिलाषा क्या थी? त्रिशंकु बेचारा का लेखक हिंदी साहित्य के व्यंग्य सम्राट हरिशंकर परसाई थे. അപ്പം നിങ്ങൾക്കിത് സ്ട്രെയിറ്റ് ആയിട്ടും ത്രിശങ്കു ബേച്ചാര ക ലേഖക് ഹരിശങ്കർ പർസായി എന്ന് എഴുതണം. പക്ഷേ കുറച്ചുകൂടെ ഇമ്പ്രസീവായിട്ട് എഴുതണമെങ്കിൽ ഹിന്ദി സാഹിത്യയ്ക്ക് വ്യംഗ്യ സമ്രാട്ട് ഹരിശങ്കർ പർസായി എന്ന് തന്നെ എഴുതണം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്തായിരുന്നു? ത്രിശങ്കു മാസ്റ്ററിൻ്റെ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു നല്ല വീട്ടിൽ താമസിക്കുക എന്നത്. त्रिशंकु को सबसे अधिक शिकायत अपने मकान से थी. वैसे उसे लगभग हर चीज़ से असंतोष था, पर उसे सबसे अधिक शिकायत अपने मकान से थी. उसके सबसे बड़ी अभिलाषा यही थी कि वह किसी अच्छे मोहल्ले में, किसी अच्छे मकान में रहे. सो सिक्स्थ क्वेश्चन, ആറാമത്തെ ക്വസ്റ്റ്യൻ, മോഹൻ രാകേഷ് की किन्हीं दो रचनाओं के नाम लिखिए. മോഹൻ രാകേഷ് എഴുതിയ ഏതെങ്കിലും രണ്ട് രചനകളുടെ രണ്ട് കൃതികളുടെ പേര് എഴുതുക. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ ഓദറിൻ്റെ അറ്റ്ലീസ്റ്റ് രണ്ട് കൃതികൾ, അപ്പോൾ എല്ലാ ഓതേഴ്സിൻ്റെയും നിങ്ങൾ അറ്റ്ലീസ്റ്റ് രണ്ട് കൃതികൾ പഠിച്ചിരിക്കണം. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കാണും, ഓദർ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇവിടെ നമ്മൾ മോഹൻ രാകേഷിൻ്റെ നാട്ടക് ആഷാഢ് കാ ഏക് ദിൻ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആധേ അധൂരെ, ലഹറോം കെ രാജ്ഹംസ് ഒക്കെ അതിന് വളരെ ഫേമസ് നാടകങ്ങളാണ്. ഇൻഫാക്റ്റ് ആഷാഢ് കാ ഏക് ദിന് അദ്ദേഹത്തിന് സംഗീത് അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബഡാ ഹോനെ പർ ജബ് മുझे दाढ़ी होगी मैं भी दाढ़ी रखाऊंगा दादा, खूब लंबी दाढ़ी. ये वाक्य किस रचना के हैं? इसका लेखक कौन है? അപ്പോൾ ഒരു ഡയലോഗ് തന്നിട്ട് അത് ഏത് ചാപ്റ്ററിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ये वाक्य സുബാൻ ഖാ നാമക് രചന സെ ഹെ. സുബാൻ ഖാ ഷുഡ് ബി റിട്ടൺ ഇൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ. നമ്മളത് ഒരു ചാപ്റ്ററിൻ്റെ പേരായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടാണ്, ആ വ്യക്തിയല്ല അവിടെ മെൻഷൻ ചെയ്യുന്നത്. ലേഖക് ഹെ രാം ഋഷ് ബേനിപുരി. एट्थ क्वेश्चन, बहू की विदा का रचनाकार कौन है? इस एकांकी में किस समस्या का चित्रण हुआ है? बहू की विदा का रचनाकार है विनोद रस्तोगी. और इसमें क्या है मुख्य समस्या? बहू को विदा करने की समस्या, और वो दहेज समस्या से संबंधित है. ഡൗറി റിലേറ്റഡ് ഇഷ്യൂസാണ് ബഹു കി വിദ എന്ന വൺ ആക്ട് പ്ലേയിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്.
ओके, तो 9th क्वेश्चन, किसान कौन सी समस्या लेकर परमानंद के पास आता है? അഗെയിൻ ഇത് വൺ ആക്ട് പ്ലേയിൽ നിന്നാണ്. ഓം പ്രകാശ് ആദിത്യൻ്റെ ഏകാംഗി റിഹേഴ്സലിൽ നിന്നാണ്. അതിൽ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ, വൈദ്യൻ പരമാനന്ദനുണ്ട്, അയാളുടെ അടുത്ത് കർഷകൻ വരുവാണ്. അയാളുടെ പശു രോഗിയാണ്, പശുവിൻ്റെ രോഗം പറയാനാണ് വന്നത്. 10 ദിവസമായിട്ട് ഭക്ഷണവും കഴിക്കുന്നില്ല, പാലും തരുന്നില്ല. അതാണ് ആ പശുവിൻ്റെ ഇഷ്യൂ. तो किसान कौन सी समस्या लेकर परमानंद के पास आता है? किसान अपनी गाय की समस्या लेकर परमानंद के पास आता है. वो 10 दिन से गाय ने कुछ खाया भी नहीं और दूध भी नहीं दे रही है. 10th क्वेश्चन, रमेश किसका रिहर्सल कर रहा था? സോ അഗെയിൻ സെയിം ഏകാംഗിയിൽ നിന്ന് ഓം പ്രകാശ് ആദിത്യൻ്റെ റിഹേഴ്സൽ എന്ന ഏകാംഗിയിലെ ക്യാരക്ടറാണ് രമേശ്. രമേശ് എന്താണ് ചെയ്യുന്നത്? സ്കൂളിലെ ഒരു നാടകത്തിന് വേണ്ടി ബോധം കെട്ട് കിടക്കേണ്ട ഒരു റിഹേഴ്സലാണ് രമേശ് ചെയ്തത്. बेहोश होने का रिहर्सल कर रहा था रमेश. अपने परिवार वालों के कई बार बुलाने पर भी वह बेहोश सा ही पड़ा रहता है और सबको डरा देता है और सबको परेशान भी कर देता है. 11th क्वेश्चन, शादी की बात में लेखक शादी के संबंध में कौन सा विचार प्रकट करना चाहता है? അതും ഒരു വൺ ആക്ട് പ്ലേയിലെ ചോദ്യമാണ്. ഷാദി കി ബാത്ത് സ്വദേശ് ദീപകിൻ്റെ ഏകാംഗിയാണ്. അതിലെന്താണ്, ഈ പെണ്ണുകാണൽ ചടങ്ങിനെ കളിയാക്കിയാണ്. ഈ പെണ്ണുകാണൽ ചടങ്ങിനെ കളിയാക്കിയുള്ള ഒരു ഏകാംഗിയാണ് ഇതിൽ സ്വദേശ് ദീപക് കാണിക്കുന്നത്. ഈ പെണ്ണുകാണൽ ചടങ്ങ് പയ്യൻ എത്ര കഴിവില്ലാത്തവനാണെങ്കിലും ഭാവി വധുവിനെ പറ്റി ഒട്ടനവധി പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത്. അപ്പോൾ അതിനെ കളിയാക്കിയാണ്. അതുപോലെ ഈ പെണ്ണുകാണൽ ചടങ്ങിന് പോകുമ്പം ചോദ്യങ്ങളെല്ലാം നേരത്തെ എഴുതി കൂട്ടിക്കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ചെല്ലുക, അതിനെയൊക്കെ കളിയാക്കുകയാണ്. तो स्वदेश दीपक की एकांकी है शादी की बात, जिसमें उन्होंने व्यंग्यात्मक रूप से लड़का द्वारा लड़की देखे जाने की प्रथा पर व्यंग किया है कि कैसे लड़के खुद निकम्मे होने पर भी लड़की से उम्मीदें रखते हैं. दहेज के रूप में या शारीरिक सौंदर्य के रूप में लड़का काफ़ी उम्मीदें लेकर लड़की देखने जाता है. ओके, 12th क्वेश्चन, वहाँ जाने में बहुत खर्च पड़ते हैं बबुआ, मैं गरीब आदमी ठहराना. यह प्रसंग किस रचना का है? कहाँ जाने में बहुत खर्च पड़ता है? तो ये प्रसंग किस रचना का है? सुबान खां से है. ये प्रसंग सुबान खां से है और यहाँ हज जाने की बात हो रही है. हज जाने में बहुत खर्च पड़ता है. 13th क्वेश्चन, तुम क्यों नहीं मानना चाहते कि मेरे हाथ वह नुस्खा आ गया है जिससे मरा हुआ जीव जी उठे? यह प्रसंग कौन किससे कहता है? अब ये देखिए, इधर ये कौन से चैप्टर से है? यह है മമത കാലിയ ജി का जान से प्यारे ഏകാംഗി से. അതിൻ്റെ മെയിൻ ക്യാരക്ടർ ആരാണ്? ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു വൈജ്ഞാനിക്, ഡോക്ടർ കൗശിക്. അയാൾക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, അവിനാശ്. ഈ ഡയലോഗ് ഡോക്ടർ കൗശിക് അവിനാഷിനോട് പറയുന്നതാണ്. എന്താണ്? കൗശിക് ഒരു ഒറ്റമൂലി കണ്ടെത്തി, ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അതെന്താണെന്ന് വെച്ചാൽ മരിച്ചവരെ തിരിച്ച് ജീവിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ്. പക്ഷേ അവിനാഷ് അത് വിശ്വസിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ ഡോക്ടർ കൗശിക് പറഞ്ഞതാണ് ഈ വാക്യങ്ങൾ. എന്താണ് പറഞ്ഞത്? തും ക്യോ നഹി മാനനാ ചാഹത്തെ कि मेरे हाथ वह नुस्खा आ गया है जिससे मरा हुआ जीव जी उठे. तो ये प्रसंग कौन किससे कहता है? डॉक्टर कौशिक अविनाश से कह रहा है. 14th क्वेश्चन, मैं आपके लिए जीवन का नया संदेश लाया हूँ. आप इस खुशखबरी को पाकर झूम उठेंगी. यह नया संदेश क्या है? जान से प्यारे എന്ന സെയിം ഏകാംഗിയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. നയാ സന്ദേശ് എന്തുവാണ്? മരാ ഹുവാ വ്യക്തി വാപ്പസ് ജീവിത് ഹോ സക്താ ഹെ. അതുകൊണ്ട് ഡോക്ടർ കൗശിക് പറയുന്ന വാക്കുകളാണിത്. मैं आपके लिए जीवन का नया संदेश लाया हूँ, आप इस खुशखबरी को पाकर झूम उठेंगी. लास्ट क्वेश्चन 15th वन, जीवनलाल अपनी बहू की विदा के लिए कौन सी शर्त रखता है? सो दिस वन इज ബഹു കി. സോ ഈ ക്വസ്റ്റ്യൻ ബഹു കി വിദ വിനോദ് രസ്തോഗിയുടെ ഏകാംഗിയിൽ നിന്നാണ്.
അതിലെ ഇഷ്യൂ എന്തുവാണ്? ജീവൻലാലിന് തൻ്റെ മരുമകൾ കൊണ്ടുവന്ന ഡൗറിയിൽ സംതൃപ്തിയില്ല. അയാൾ പിന്നെയും 5000 രൂപയും കൂടെ ആവശ്യപ്പെടുകയാണ്. तो इसमें क्या है? जीवनलाल अपनी बहू द्वारा लाए दहेज से खुश नहीं है, संतुष्ट नहीं है. वो 5000 रुपये की मांग करता है. इसी शर्त पर वह बहू को विदा करने के लिए तैयार होता है. അപ്പം നമ്മൾ ഈ 15 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസാണ് ഓർമ്മ വേണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് എഴുതേണ്ടി വരും. തീരെ അങ്ങ് 1 സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, 10 എണ്ണം എഴുതിയാൽ മതിയെങ്കിലും റിസ്ക് എടുക്കണ്ട. അല്പം കൂടെ ഒന്ന് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഒക്കെ എഴുതിയാൽ യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ്. സെക്ഷൻ ബി, യു ഹാവ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. നോക്ക്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്സ്. അപ്പോൾ 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ വിശാലമായിട്ട് എഴുതേണ്ടതാണ്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ഇത് നിങ്ങൾക്ക് തൃപ്തിയില്ല, 5 അറ്റൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ ബാക്കിയും കൂടെ അറ്റൻഡ് ചെയ്യാം. പക്ഷേ 6 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്, അല്പം വിശാലമായിട്ട് എഴുതേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ നിന്നാൽ ചിലപ്പം സമയം തികയെന്ന് വരില്ല. 16th ക്വസ്റ്റ്യൻ നോക്കാം. भीष्म को क्षमा नहीं किया गया के द्वारा लेखक कौन सा संदेश देता है? ആ ഹോൾ ചാപ്റ്ററിൽ ഭീഷ്മനെ എന്തുകൊണ്ട് ക്ഷമിച്ചില്ല, ജനങ്ങൾ എന്തുകൊണ്ട് ഭീഷ്മനെ പൊറുത്തില്ല എന്നതാണ് ചോദ്യം. പല കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഭീഷ്മന് അവസാനം കൺക്ലൂഷൻ എന്താണ്? ഭീഷ്മന് കറക്റ്റ് സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഇല്ല. എപ്പോൾ എന്ത് ചെയ്യണം, ആ കറക്റ്റ് സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ ഭീഷ്മ പുറകോട്ട് പോയി. കർത്തവ്യ അകർത്തവ്യ അത് തമ്മിലുള്ള ഒരു വേർതിരിവ് ഡിസൈഡ് ചെയ്യാൻ ഭീഷ്മം പുറകോട്ട് പോയി. അതാണ് സന്ദേശം. നമ്മളും പിന്നീട് അതിൽ പറയുന്നുണ്ട്, ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് മെയിനായിട്ട് അതിൻ്റെ സന്ദേശം വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് എഴുത്തുകാരായാലും രാഷ്ട്രീയക്കാരായാലും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തതാണ് ഭീഷ്മൻ്റെ പരാജയം. ഇത്രയും അറിവുള്ള വ്യക്തിയായിട്ടും കറക്റ്റ് സമയത്ത് നിർണയം എടുത്തില്ല. ദ്രൗപദിയുടെ ഇഷ്യൂ വന്നപ്പോഴും വസ്ത്രാക്ഷേപം വന്നപ്പോഴും ഭീഷ്മൻ പ്രതികരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ കേവൽ अगर हम केवल सोचते ही रहेंगे तो कुछ नहीं होगा. इतिहास का रथ वही हाँकता है जो सोचता है और सोचे को करता भी है. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ചിന്തിക്കുന്നവനും ചിന്തിച്ചത് പ്രവർത്തിക്കുന്നവനുമാണ്. വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ സന്ദേശം. ഇതിഹാസ് നിർമ്മാത വഹി ഹോത്താ ഹെ ജോ സോച്താ ഭി ഹെ और सोचे को करता भी है. അത് മാത്രമല്ല, कर्तव्य अकर्तव्य का निर्णय जो उचित अवसर पर उचित निर्णय ले पाता है वही इतिहास निर्माता होता है. अदान भीष्म को क्षमा नहीं किया गया का संदेश. 17th क्वेश्चन, त्रिशंकु बेचारा समाज में व्याप्त भेदभाव को किस प्रकार व्यक्त किया है? त्रिशंकु बेचारा समाज में व्याप्त भेदभाव को किस प्रकार व्यक्त किया है? അത് ക്വസ്റ്റ്യനിൽ അല്പം ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്. त्रिशंकु बेचारा समाज ആ ഒരു ചാപ്റ്ററിൽ समाज में व्यक्त भेदभाव को किस प्रकार व्यक्त किया गया है അതായിരിക്കും किया गया है. ओके, तो समाज में जो भेदभाव है അതെന്താണ് അതിൽ त्रिशंकु बेचाराയിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നത്? कि गरीब आदमी अच्छे मोहल्ले में रह ही नहीं सकता. ആളിൻ്റെ അപ്പിയറൻസ് കണ്ടിട്ടാണ് വീട് അലോട്ട് ചെയ്യുന്നത്. സമൂഹം അങ്ങനെയാണ്. നമ്മൾ നല്ല വസ്ത്രവും നല്ല ടിപ്പ് ടോപ്പായിട്ട് പോയില്ലെങ്കിൽ നമ്മളെ ആരും ബഹുമാനിക്കത്തില്ല. നമുക്ക് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വീടും തരില്ല. നമുക്ക് അറിവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ പോരാ, നമ്മുടെ വീട്ടു സാമഗ്രികൾ പോഷായിരിക്കണം, നമ്മൾ വലിയ വണ്ടിയിൽ വന്നിറങ്ങണം, നമ്മൾ നല്ല സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യണം. तो ये सब भेदभाव समाज में व्याप्त है. അതുകൊണ്ടാണ് ത്രിശങ്കു ബേച്ചാരയ്ക്ക് അവസാനം എങ്ങും വീട് ഇല്ലാതായത്. അയാളൊരു മാസ്റ്ററായിരുന്നു, സ്കൂൾ മാസ്റ്റർ ആയിരുന്നിട്ട് കൂടി സമാജിനെ ഉസ്കെ സാത്ത് ഭേദ്ഭാവ് കിയ. ഇന്ദ്ര ദേഷ്യപ്പെട്ട് ത്രിശങ്കുവിൻ്റെ കോലം കണ്ടിട്ട് എന്താണ് ചോദിച്ചത്? ഭിക് മംഗേ യഹാ നഹി രഹ സക്തേ,
तुम्हारे पास മോട്ടർ है, ട്രാൻസിസ്റ്റർ സെറ്റ് है, റെഫ്രിജറേറ്റർ है, സോഫ സെറ്റ് है, ഇതൊക്കെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഇന്ദ്രൻ അങ്ങ് ദേഷ്യം വരും. പിച്ചക്കാരൊന്നും ഇവിടെ താമസിക്കാൻ, എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ കൊടുക്കില്ല, പിച്ചക്കാർക്കൊന്നും ഞാൻ ഇവിടെ വീട് അലോട്ട് ചെയ്ത് കൊടുക്കില്ല, അങ്ങനെയാണ് ഇന്ദ്ര ത്രിശങ്കുവിന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഓദർ വ്യംഗ്യക്കാർ ഹരിശങ്കർ പർസായി സമൂഹത്തിലെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ തുറന്നു കാണിക്കാനാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കഥ എഴുതിയത്. 18th क्वेश्चन, पठित यात्रा वृत्तांत के आधार पर लेखक को यात्रा के बीच हुई कठिनाइयों का संक्षिप्त परिचय दीजिए. ഇത് എഴുതിയിരിക്കുന്ന ഇത് യാത്ര കാ റൊമാൻസ് എന്ന ചാപ്റ്ററിലെയാണ്. മോഹൻ രാകേഷ് അതിൻ്റെ ഓദറാണ്. സ്വയം മോഹൻ രാകേഷ് ഒരുപാട് യാത്രകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു യാത്രയുടെ 2-3 ഇൻസിഡൻസ്, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ്ങിൻ്റെ ഇൻസിഡൻറ്റ് അദ്ദേഹം പറയുകയുണ്ടായി ഈ ചാപ്റ്ററിൽ. കോളായി ഗ്ലേഷ്യറിൽ ഉള്ള യാത്രയെപ്പറ്റി അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഇരുട്ടാവുന്ന സമയത്ത് എങ്ങനെ ആ മലപ്രദേശത്തിൽ നിന്ന്, ആ മൗണ്ടനിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴെ എത്തേണ്ട സമയമായി, പക്ഷേ മഞ്ഞ് പെയ്തിരിക്കുന്നു, വളരെ ഡേഞ്ചറസ് സ്ലിപ്പറി ആയിട്ടുള്ള പാറകളുടെ മുകളിൽ നിന്ന് അവരെങ്ങനെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് രാത്രി തിരിച്ചു വരുന്ന ഒരു യാത്രയുടെ അനുഭവം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാല് ഏത് നിമിഷവും തെന്നി വീഴുന്ന, ഒരാൾ വീണാൽ അടുത്ത ആളും നാച്ചുറലി തട്ടി വീഴും, ആ രീതിയിൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയെ പറ്റിയുള്ള വിവരണം അദ്ദേഹം അതിൽ നൽകുന്നുണ്ട്. പിന്നെ മഞ്ഞ്, തണുപ്പിൽ കോച്ചി പോകുന്ന തണുപ്പിലാണ് ഈ മൗണ്ടനിൽ അവർ കയറിയത്. അപ്പോൾ അതെല്ലാം ആ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, അതിലെഴുതുക. 19th क्वेश्चन, जान से प्यारे में अभिव्यक्त विचारों का उल्लेख कीजिए. जान से प्यारेയിൽ അഭിവ്യക്ത വിചാരം എന്തുവാണ്? മനുഷ്യന് ജീവനേക്കാളും ബന്ധങ്ങളെക്കാളും വലുത് പൈസയാണ്. നമ്മൾ ജാൻ സേ പ്യാരെയാണ്, എനിക്ക് നീ ജീവനേക്കാളും വലുതാണ് എന്നൊക്കെ പറയുന്നെങ്കിലും മനുഷ്യന് മരിച്ചുപോയ വ്യക്തിയെ തിരിച്ചു വേണമെന്നല്ല ആഗ്രഹം. അതിലെ ഉദാഹരണങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് മരിച്ചുപോയ വ്യക്തിയുടെ സ്വത്തിലാണ് എല്ലാവർക്കും താല്പര്യം. ചെറുപ്പക്കാർ മരിച്ചാലും പ്രായമായവർ മരിച്ചാലും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സന്ദേശ്, അതാണ് അതിൻ്റെ വിചാർ. എന്നുവെച്ചാൽ മനുഷ്യന് ഹ്യൂമാനിറ്റേറിയൻ അതിൽ അഭിവ്യക്തി വിചാർ അതാണ്. മാനവതാവാദി സന്ദേശമാണ് നൽകുന്നത്. മനുഷ്യനെ സ്നേഹിക്കാൻ മറന്നുപോയിരിക്കുന്നു, സ്വത്തിനെയും പണത്തിനെയും മാത്രമാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അതാണ് അതിലെ അഭിവ്യക്ത വിചാർ. क्वेश्चन 20, शादी की बात का व्यंग्य स्पष्ट कीजिए. शादी का बात में एक ही व्यंग्य है. ये लड़का जो लड़की देखने जाने की जो प्रथा है, പെണ്ണ് കാണൽ ചടങ്ങ്, അതിനെയാണ് കളിയാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഡയറിയിലെല്ലാം ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ട് പോകുന്നു. പിന്നെ പയ്യന് ക്വാളിഫിക്കേഷനൊന്നുമില്ല, ജോലിയില്ല, എന്നാലും പെണ്ണിനെല്ലാം തികഞ്ഞിരിക്കുന്നവളായിരിക്കണം. അങ്ങനൊരു പൊതുവേ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പെണ്ണ് കാണാൻ ചെല്ലുന്നവർ എല്ലാം ആൺകൂട്ടർ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് അവർക്ക്. പെണ്ണിലെല്ലാം ഗുണങ്ങളും കാണണം. അപ്പോൾ അത് ഫിഗർ ഇങ്ങനെ ആയിരിക്കണം, നിറം ഇങ്ങനെ ആയിരിക്കണം, വിദ്യാഭ്യാസം ഇത്ര ഉണ്ടായിരിക്കണം, പാടണം, ആടണം. അപ്പോൾ അതെല്ലാം പാടണം, പാചകം ചെയ്യണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് അവിടെ കളിയാക്കുന്നത്. 21st क्वेश्चन, റിഹേഴ്സൽ കെ പ്രൊഫസർ പാണ്ഡുരംഗ് കാ പരിചയ ദീജിയെ. അപ്പോൾ റിഹേഴ്സൽ എന്ന ഏകാംകിയിൽ 2 പേരുണ്ട് വൈദ്യന്മാർ. ഒന്ന് വൈദ്യ പരമാനന്ദ്, ഒന്ന് പ്രൊഫസർ പാണ്ഡുരംഗ്. പ്രൊഫസർ പാണ്ഡുരംഗ് ഒരു സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ഭ്രമത്തിലാകുക, നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു പാണ്ഡുരംഗാണ്. നിങ്ങളുടെ തോന്നലാണല്ല, ഇതൊന്നും റിയാലിറ്റി അല്ല, അങ്ങനെ പറയുന്ന ഒരു പ്രൊഫസറാണ് പ്രൊഫസർ പാണ്ഡുരംഗ്. അപ്പോൾ പ്രൊഫസർ പാണ്ഡുരംഗിൻ്റെ പ്രത്യേകതകൾ എഴുതുക. 22nd क्वेश्चन, बहू की विदा की राजेश्वरी का चरित्र चित्रण कीजिए. चरित्र चित्रण, ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ബഹു കി വിദായിൽ രാജേശ്വരി അമ്മായിയമ്മയാണ്, പക്ഷേ നല്ല സ്വഭാവ ഗുണമുള്ള മദർ ഇൻ ലോ ആണ്. അവർക്ക് അവരുടെ മകളെപ്പോലെ തന്നെ മരുമകളെയും സ്നേഹമാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ ഈ പണത്തോടുള്ള ആർത്തിയൊന്നും രാജേശ്വരിക്ക് ഇല്ല. അതാണ് എടുത്ത് പറയേണ്ടത്. ഇൻഫാക്റ്റ് അവസാനം രാജേശ്വരി തന്നെ തൻ്റെ കാശ് കൊടുത്തുകൊണ്ട് തന്നെ മരുമകളുടെ ആ ഒരു കടം, ഡൗറി എന്നുള്ളൊരു ബാധ്യത തീർക്കാൻ വേണ്ടി സ്വയം കാശ് കൊടുക്കാൻ വരെ റെഡിയാവുന്ന ഒരു ലേഡിയാണ് രാജേശ്വരി. 23rd क्वेश्चन,
मैं मुसलमान हूँ, कभी अल्लाह को नहीं भूला हूँ। मैं मुसलमान की हैसियत से कहता हूँ, मैं गाय की कुर्बानी न होने दूंगा न दूंगा। इस പ്രസംഗ का സന്ദർഭ സഹിത് വ്യാഖ്യ കീജി. സുബാൻ ഖാ എന്ന ആ ഒരു സ്റ്റോറിയുടെ എൻഡിലുള്ള ഒരു സന്ദർഭമാണിത്. അതെന്താണെന്ന് വെച്ചാൽ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ പരസ്പരം അടിയാവും. ഹിന്ദു മുസ്ലിം കമ്മ്യൂണൽ റൈറ്റ് ആവും. അപ്പോൾ പള്ളിയിൽ സുബാൻ ഖാ പണിത ഒരു കൊച്ചു പള്ളിയുണ്ട്. അയാളുടെ ജീവിതകാലത്തിൻ്റെ മുഴുവനും അധ്വാനം കൊണ്ട് അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു ചെറിയ മസ്ജിദുണ്ട്. അപ്പോൾ ആ മസ്ജിദിൻ്റെ ഇനോഗ്രേഷന് ഹിന്ദു മുസ്ലിം എല്ലാവരെയും വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരുമായിട്ടും ഇടപഴകുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു റൂമർ പരന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ മസ്ജിദിൽ പശുവിനെ ഈദിൻ്റെ അന്ന് കുർബാനി ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിനിടയാക്കും എന്നുള്ളത് കൊണ്ട് സുബാൻ ഖാൻ അത് ടോട്ടലി എതിർത്ത്. मैं मुसलमान की हैसियत से कहता हूँ, मैं गाय की कुर्बानी नहीं होने दूंगा. അദ്ദേഹം ഒരു കാരണവശാലും അത് സമ്മതിക്കത്തില്ല. സോ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ സി ആണ്. അതിൽ 2 essay ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. അപ്പോൾ ഒരു നല്ല പോലെ അത്യാവശ്യം വിശാലമായിട്ട് തന്നെ എഴുതണം. ഒരു നിങ്ങളുടെ ആൻസർ പേപ്പറിൻ്റെ ഒരു 2-2.5 പേജെങ്കിലും വിശാലമായിട്ട് എഴുതണം. നല്ല ഭംഗിക്ക് എഴുതണം. അതിലൊന്ന് ഭീഷ്മ കോ ക്ഷമ നഹി കിയാ ഗയാ കാ സാരാംശ് ലിഖി. സോ യു ഹാവ് ടു റൈറ്റ് ദറ്റ് ഹോൾ സ്റ്റോറി. ഇൻഫാക്റ്റ് തുടക്കം മുതൽ അവർ ഗുരുദേവിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ അടുത്ത് ഈ ഒരു ചോദ്യം രവീന്ദ്രനാഥ് ടാഗോർ ഉന്നയിക്കുന്നത്. അപ്പം തൊട്ട് അദ്ദേഹം ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ഭീഷ്മനെ ക്ഷമിച്ചില്ല. അങ്ങനെ അതിൻ്റെ ഫുൾ സ്റ്റോറി എഴുതണം. സാരാംശം ഷോർട്ടായിട്ട്. 25th ക്വസ്റ്റ്യൻ അങ്ങനെ അതിൻ്റെ സാരാംശം ഫുൾ എഴുതണം. എൻഡിങ്ങും എഴുതണം. എന്തുകൊണ്ടാണ്, കൺക്ലൂഷനിൽ എന്താണ്, കർത്തവ്യ അകർത്തവ്യ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭീഷ്മനെ ക്ഷമിക്കാഞ്ഞത്. 25th ക്വസ്റ്റ്യൻ यात्रा के रोमांस के आधार पर यायावर की मनस्थिति का परिचय दीजिए. യാത്രാ കാ റൊമാൻസ് ഒരു പൊതുവേ ഈ ഉള്ളതിലൊരു ഡ്രൈ ചാപ്റ്ററായിരുന്നു. അത് തന്നെ എസ്സേക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒക്കുവാണെങ്കിൽ മറ്റേത് കുറച്ചുകൂടെ ഓപ്റ്റ് ചെയ്യാം. ബഹു കി വിദായും റിഹേഴ്സലുമാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. എനിവേ യു ഹാവ് ടു റൈറ്റ് ഓൺലി 2. അപ്പോൾ ഇത് വേണേ ഒമിറ്റ് ചെയ്യാം. അതല്ലാത്തവർ യാത്രാ കെ റൊമാൻസ് കെ ആധാർ പർ യായാവർ കി മനസ്ഥിതി. യായാവറിൻ്റെ മനസ്ഥിതി വാണ്ടർലസ്റ്റ് എന്തുവാണെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാണ്ടർലസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഇറങ്ങി അങ്ങ് കാണുക എന്നുള്ളൊരാഗ്രഹമാണ്. മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യാതെ എല്ലാ ആപത്തുകളും നേരിടാൻ തയ്യാറായിട്ട് ഒരു അഡ്വഞ്ചറസ് മോഡിൽ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് യായാവർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൽ ഒരു എസ്സേ ഫുൾ എഴുതാൻ മാത്രം അതിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ യു ക്യാൻ ഓപ്റ്റ് ദി അതർ ക്വസ്റ്റ്യൻ. 26th क्वेश्चन बहू की विदा में भारतीय जनजीवन की रूढ़िग्रस्तता को नाटकीय रूप दिया गया है. इस कथन की सार्थकता पर विचार कीजिए. ഭാരതീയ ജനജീവൻ കി റൂഢീഗ്രസ്തത എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അതേപടി അങ്ങ് കാലാകാലങ്ങൾ നടന്നു വരുന്നു, അതുകൊണ്ട് അങ്ങനെ അങ്ങ് നടക്കുന്ന ചില രീതികൾ, അതാണ് റൂഢി. ഇപ്പോൾ ബഹു കി വിദ, ഇതൊരു ഡൗറി സിസ്റ്റം കാലാകാലങ്ങളിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഡൗറി കൊണ്ടുവന്നാലേ പെൺകുട്ടിയെ അവിടെ വീട്ടിലേക്ക് വിടൂ, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അവൾ അർഹിക്കുന്ന സന്തോഷം നൽകാതിരിക്കുക. ഇതെല്ലാമാണ് ഈ ബഹു കി വിദ എന്ന ഏകാംകിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് എഴുതാം. റിഹേഴ്സൽ ഏകാംകി മേ ചിത്രിത് വർത്തമാൻ ചികിത്സാ ക്ഷേത്ര കി വിസംഗതിയോം പർ പ്രകാശ് ഡാലിയെ. അപ്പോൾ ഈ റിഹേഴ്സൽ ഏകാംകിയിൽ ആകെ മൊത്തം ഒരു കളിയാക്കലാണ്. ഒരു പയ്യൻ ബോധം കെട്ട് വീഴുന്നു, അവൻ അഭിനയിക്കുകയാണ് വാസ്തവത്തിൽ. പിന്നെ പശുവിന് രോഗം വരുന്നു, പിന്നെ ഒരു സ്ത്രീ ഹൃദയമിടിപ്പായിട്ട് വരുന്നു. ഇവർക്കെല്ലാവർക്കും ഈ വൈദ്യ പരമാനന്ദ ഒരു ഭസ്മം തന്നെയാണ്, അമർ ഭാസ്കർ ചൂർൺ എന്ന് പറഞ്ഞ ഭസ്മം തന്നെയാണ് പശുവിനും കർഷകനും സ്ത്രീക്കും എല്ലാം കൊടുക്കുന്നത്. മറുവശത്ത് പ്രൊഫസറാണെങ്കിൽ എല്ലാവർക്കും ഭ്രമമാണെന്ന് പറയുന്നത്, എല്ലാം തോന്നലാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൈദ്യശാസ്ത്രത്തിലെ ഈ ഒരു വൈരുദ്ധ്യവും പിന്നെ ഈ വൈദ്യരംഗത്ത് ഇങ്ങനെ കാണിക്കുന്ന ഫേക്ക് വൈദ്യന്മാരുടെ ഒരു അഴിഞ്ഞാട്ടവും അതാണ് ഈ റിഹേഴ്സൽ ഏകാംകിയിൽ ഇപ്പോഴത്തെ വർത്തമാൻ ചികിത്സാ ക്ഷേത്രക്ക് വിസംഗതിയ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ,
സോ ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ബെസ്റ്റ് ഓഫ് ലക്ക് ഓൾ ഓഫ് യു. എല്ലാവരും നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല ഇംപ്രഷൻ വരുന്ന രീതിയിൽ ഭംഗിക്ക് എക്സാം എഴുതുക. ബെസ്റ്റ് ഓഫ് ലക്ക് വൺസ് അഗെയിൻ.